ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ. അല്ലാഹുവിന്റെ ഞങ്ങളോടൊപ്പം, അല്ലാഹുവിന്റെ ഞങ്ങളോടൊപ്പം, അല്ലാഹുവിന്റെ ഞങ്ങളോടൊപ്പം. ശരീഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ അല്ലാഹ് ഞങ്ങളോടൊപ്പമുണ്ടെന്ന് പറഞ്ഞു പോയ ബദരീങ്ങളെ പിൻപറ്റുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇന്ത്യ രാജ്യത്തെ ശരീഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പോകുമ്പോൾ എതിരാളികൾ ഭൂരിപക്ഷമാണ്, അവർ അധികാരികളാണ്, അവരുടെ കയ്യിൽ സർവസ്വമുണ്ടെങ്കിൽ ഹസ്ബുനല്ലാഹ്, നമുക്കല്ലാഹു മതി, നമുക്കല്ലാഹു മതി, നമുക്കല്ലാഹു മതി. ഈ ശരീഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പടച്ചവന്റെ സഹായത്തോടെ ഇൻഷാ അല്ലാഹ് മരണം വരെയും നിയമപരമായ ജീവൻ മരണ പോരാട്ടം നടത്താൻ പോരാട്ടത്തിന്റെ മാർഗത്തിൽ നമ്മളുണ്ടാകും എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയട്ടെ. അങ്ങനെ പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയട്ടെ. നമുക്ക് അല്ലാഹുണ്ട്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോടൊപ്പമുണ്ട്. അതുകൊണ്ട് ഈ രാജ്യത്ത് കള്ളക്കളികൾ കളിച്ച് ഭരണപരാജയങ്ങളെ മറച്ചുപിടിക്കാൻ കുതന്ത്രങ്ങളുമായി കടന്നു വരുന്ന ഹിംസാത്മക ഹിന്ദുത്വ വർഗീയവാദികളായ സംഘപരിവാറിന്റെ വാനരപ്പടയുടെ മുന്നിൽ മുട്ടുമടക്കേണ്ടവരല്ല നാം. സത്യത്തിന്റെ വക്താക്കളായി നിലനിൽക്കണം. പ്രശ്നങ്ങൾ പലത് നേരിടേണ്ടി വരും, പ്രശ്നങ്ങൾ പലത്. ഇപ്പൊ എന്താപ്പോ നിരപരാധികളൊക്കെ പിടിച്ചോണ്ടുപോവാ, നിരപരാധികളെയൊക്കെ പിടിച്ചോണ്ടുപോവാ. മുസ്ലിം വേട്ട ഒരു വലിയ പ്രശ്നമായി, ഒരു വലിയ പ്രശ്നമായി. മുസ്ലിം ചെറുപ്പക്കാരെ, നിരപരാധികളെ, പണ്ഡിതന്മാരെയൊക്കെ അത് കേന്ദ്ര സർക്കാരായിക്കോട്ടെ സംസ്ഥാന സർക്കാരായിക്കോട്ടെ. ശംസുദ്ദീൻ പാലത്ത് എന്ന മനുഷ്യൻ, ആ ശംസുദ്ദീൻ പാലത്ത് എന്ന മനുഷ്യന്റെ ആശയത്തോടോ ആദർശത്തോടോ നമുക്ക് യോജിപ്പില്ല. നീ അയാള് പ്രസംഗിച്ചു എന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്, അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിനോടും നമുക്ക് താല്പര്യമില്ല. പക്ഷേ ഒരു പ്രസംഗത്തിലെ കേവലം 2 വാചകങ്ങൾ കൂട്ടിച്ചേർത്ത ഒരു പരാമർശത്തിന്റെ പേരിൽ ശംസുദ്ദീൻ പാലത്തെന്ന ഞങ്ങളുടെ സഹോദരനായ പോപ്പുലർ ഫ്രണ്ടിന്റെ വേദിയിൽ നിന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയും വരേണ്ടതില്ല. കാരണം മുസ്ലിമുകളെ മുഴുവനും മുസ്ലിമായി തന്നെ, സഹോദരന്മാരായി തന്നെ കാണാൻ നാളിന്നവരെയും ചങ്കൂറ്റം കാണിച്ച പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എങ്കിൽ ഞങ്ങൾ പറയുന്നു, ശംസുദ്ദീൻ പാലത്തെന്ന ഞങ്ങളുടെ സഹോദരന്റെ മണിക്കൂറുകളോളം നീണ്ട പ്രഭാഷണത്തിലെ 2 വാചകങ്ങൾ കൂട്ടിച്ചേർത്തൊരു പരാമർശത്തിന്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക മാത്രമല്ല UAPA എന്ന കരിനിയമം അടിച്ചേൽപ്പിച്ച് ജീവിതം തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും നമ്മൾ അറിയണം, മുജാഹിദ് ബാലുശ്ശേരി എന്ന പ്രവർത്തകര് എനിക്ക് വ്യക്തമായി ബോധ്യമുണ്ട്. ആ പേര് പറഞ്ഞാൽ തന്നെ ഞാൻ ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. പക്ഷേ ഒരു മുസ്ലിം എന്ന നിലയിൽ, ഒരു സഹോദരൻ എന്ന നിലയിൽ ഞാൻ പറയുന്നു, മുജാഹിദ് ബാലുശ്ശേരി എന്ന ഞങ്ങളുടെ സഹോദരൻ അമ്പലപ്പറമ്പുകളിലേക്ക് വന്ന് സൗഹാർദ്ദം പറയുമ്പോൾ, തൗഹീദ് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ ഏതോ ചില പരാമർശങ്ങളുടെ പേരിൽ അറസ്റ്റ് ചെയ്യാനും UAPA നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാനുമാണ് ശ്രമിക്കുന്നതെങ്കിൽ വീണ്ടും പറയട്ടെ, കേരളത്തിന്റെ യുവാക്കളുടെ മതപ്രഭാഷണ വേദികളുടെ നിറസാന്നിധ്യമായ ബഹുമാന്യനായ സിംസാറുൽ ഹഖ് ഹുദവി എന്ന പ്രഭാഷകൻ ഇസ്ലാമിക നിയമങ്ങൾ ഫിഖ്ഹിന്റെ അടിസ്ഥാനത്തിൽ, ഖുർആനിന്റെയും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ അതിനെയൊക്കെ വളച്ചൊടിച്ചിട്ട് ഓരോ കരിനിയമങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങളുടെ പ്രഭാഷകന്മാരെ അറസ്റ്റ് ചെയ്യാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ, അതിനെതിരെ പ്രതികരിക്കുന്നവരെയൊക്കെ ജയിലിലടയ്ക്കാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ ഞങ്ങൾ പറയട്ടെ, ഞങ്ങൾ മിണ്ടാതിരിക്കുകയില്ല. ഉറപ്പായും ഞങ്ങളെ പ്രതികരിക്കും. ഞങ്ങളെയും ജയിലിലടയ്ക്കാനാണ് എങ്കിൽ ആദർശധീരതയുള്ള ഈ പോരാളി സമൂഹത്തെ നിറയ്ക്കാൻ നിങ്ങളുടെ ജയിലുകൾ മതിയാവുകയില്ല എന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പ്രഖ്യാപിക്കാനുള്ളത്. സംഘടനാ വ്യത്യാസമില്ലാതെ മുസ്ലിമുകളെ വേട്ടയാടാനുള്ള കുൽസിത ശ്രമം, അത് ബഹുമാന്യനായ പിണറായി വിജയൻ സഖാവിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരായാലും ബഹുമാന്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരായാലും ഇനി ഇത് ഞങ്ങൾ അനുവദിക്കില്ല. ഇനിയും ഇത് ഞങ്ങൾ അനുവദിക്കില്ല. ഈ രാജ്യത്ത് UAPA എന്ന നിയമം മുസ്ലിങ്ങൾക്ക് വേണ്ടി ഖാസ് നിയമമാണ്, മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു നിയമം.